നടിയെ ബലാത്സംഗം ചെയ്ത് അതിൻ്റെ ക്രൂര ദൃശ്യങ്ങൾ, ആ ദൃശ്യം എന്താണ് എന്ന് പറയുന്നില്ല ഞങ്ങളിപ്പോൾ, ആ ക്രൂര ദൃശ്യങ്ങൾ എടുത്ത് ദിലീപിനെ ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അനുസരിച്ചിട്ടാണ് ഈ നടിയെ കൊണ്ടുവരുമ്പോൾ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പോൾ നടി പറയും, നിങ്ങൾ എന്തിനാണ് എന്നെ റേപ്പ് ചെയ്യുന്നത്, എന്നെ റേപ്പ് ചെയ്യായിരുന്നു കൂടെ. അപ്പോൾ പറഞ്ഞു ഇതൊരു കൊട്ടേഷനാണ്. അപ്പോൾ നടി പറയുന്നു, കൊട്ടേഷനാണെങ്കിൽ ആ കൊട്ടേഷൻ തന്ന ആൾ എത്ര ലക്ഷമാണ് നിങ്ങൾക്ക് പറഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ എത്ര കോടിയാണ് പറഞ്ഞതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തുക ഞാൻ തരാം, എന്നെ വെറുതെ വിട് എന്ന് പറഞ്ഞപ്പോൾ പൾസർ സുനി ഇല്ല, അത് പറ്റില്ല എന്ന് പറയും. കാരണം ഈ കൊട്ടേഷൻ കൊടുത്തവർ ഈ വണ്ടിയെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, സുനി പറഞ്ഞത്. അപ്പോൾ ബലാത്സംഗം ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി തന്നെയാണ് ഒരു ട്രാക്ക് ചെയ്തിരുന്നത്. അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ വിന പൾസർ സുനിക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പേടി കൊണ്ട് തന്നെയാണ് നടിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാതെ ഈ റേപ്പ് ചെയ്ത് ദൃശ്യങ്ങൾ എടുത്തത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത് ക്രൂരമായ കാര്യം തന്നെയാണത്. കാര്യം ഇതൊരു കേട്ടുകേൾവിയില്ലാത്ത, ഇന്ത്യയിൽ ഇത്രയും ക്രൂരമായ ഒരു ബലാത്സംഗം, അത് വെറും ബലാത്സംഗം കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ബലാത്സംഗമാണെന്ന് ആലോചിക്കണം. അതിന് സംഭവിച്ച് ഈ സംഭവം നടന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തത്? ഇതിൻ്റെ ആവശ്യമെന്താണ്? നടിയോട് ഈ നടനുള്ള പക എന്താണ്? പക മറ്റൊന്നുമല്ല, മഞ്ജു വാര്യരും ദിലീപും അടക്കമുള്ള കുടുംബം തകർക്കാൻ വേണ്ടി ഈ നടി പരസ്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു. അത് വേറൊരു നടിയുമായി ദിലീപിനുള്ള ബന്ധമാണ്. വേറെ നടി എന്ന് പറഞ്ഞാൽ ഒന്ന് കാവ്യവുമായിട്ടുള്ള അടുപ്പമാണ് പ്രശ്നം. അതിൻ്റെ കാര്യകാരണ സഹിതം, ഉദാഹരണ സഹിതം, തെളിവ് സഹിതം നടി മഞ്ജു വാര്യരെ ധരിപ്പിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണ് ഇവരുടെ കുടുംബം തകർന്നത്. ആ കുടുംബം തകർന്നതിൻ്റെ പക കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ, കൊട്ടേഷൻ കൊടുക്കാൻ കാരണമെന്നാണ് പൾസർ സുനി പറഞ്ഞത്.